ദേശീയ അധ്യാപക പരിഷത്തിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് DD ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. സവർക്കർ ചോദ്യവുമായി ബന്ധപ്പെട്ട വിവാദത്തെ തുടർന്ന് അധ്യാപകനുണ്ടായ സസ്പെൻഷൻ നടപടിക്കെതിരെയായിരുന്നു പ്രതിഷേധം. Bindu Jewelry. It's a promise of lifetime. കുമ്പള ഉപജില്ലയിൽ നടന്ന സ്കൂൾ തല ഫ്രീഡം ക്വിസ് മത്സരത്തിലെ ഒരു ചോദ്യത്തിൽ സവർക്കറുടെ പേര് ഉത്തരമായി വന്നതിൻ്റെ പേരിൽ അധ്യാപകനെതിരെ സ്വീകരിച്ച സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള അച്ചടക്ക നടപടി പുനഃപരിശോധിച്ച് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ദേശീയ അധ്യാപക പരിഷത്തിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് DD ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. 250-ലേറെ അധ്യാപകർ പങ്കെടുത്ത മാർച്ച് DD ഓഫീസ് പരിസരത്ത് പോലീസ് തടഞ്ഞു. അധ്യാപകനെ പീഡിപ്പിച്ചാൽ കയ്യും കെട്ടിയിരിക്കില്ല. NTU സംസ്ഥാന ജനറൽ സെക്രട്ടറി T. അനൂപ് കുമാർ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസത്തെ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വിധേയമാക്കരുതെന്നും ചരിത്രത്തെ രാഷ്ട്രീയത്തിന്റെ കണ്ണടയിലൂടെ കാണരുതെന്നും അനൂപ് കുമാർ പറഞ്ഞു. ഒരു ചരിത്രപുരുഷന്റെ പേര് ക്വിസ് മത്സരത്തിന്റെ ചോദ്യത്തിന് ഉത്തരമായി വന്നത് മാത്രം കുറ്റമായി കാണുന്നത് അംഗീകരിക്കുവാനാകില്ല. കേരളത്തിലെ എല്ലാവരും സവർക്കറുടെ രാഷ്ട്രീയ ആശയങ്ങളോട് യോജിക്കണമെന്നില്ലെന്നും അദ്ദേഹത്തിന്റെ നിലപാടുകളെ ആർക്കും വിമർശിക്കാമെന്നും എന്നാൽ ഇന്ത്യൻ ചരിത്രത്തിലെ ഒരു വ്യക്തിത്വം എന്ന നിലയിൽ അദ്ദേഹത്തെ ചരിത്രത്തിൽ നിന്നും ഒഴിവാക്കുവാൻ ആർക്കും കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്നത്തെ ഈ ഡൂക്കളി കോൺഗ്രസുകാരനും ലീഗുകാരനും അവരുടെ ചരിത്രബോധം, അവരുടെ ദേശീയ നേതാക്കളുടെ പ്രവർത്തനത്തെ കൂടി നമ്മൾ ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്. വീര സവർക്കർ ഒരു മഹാനായിരുന്നു എന്നുള്ളതിന്റെ പേരില് നമ്മുടെ സർക്കാർ, കേന്ദ്ര സർക്കാർ ഒരു തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. വീര സവർക്കറിന്റെ ചിത്രമാലേഖനം ചെയ്ത തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയത് അടൽ ബിഹാരി വാജ്പേയി അല്ല, നരേന്ദ്രമോദി അല്ല, ലാൽകൃഷ്ണ അദ്വാനി അല്ല, മറിച്ച് ഇവരുടെ നേതാവായ ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ് എന്നുള്ള വസ്തുതയെങ്കിലും ഈ സൈന്യത്തെയും ടീമും മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇന്ന് ഈ നടപടികൾ ഉണ്ടാവുകയില്ലായിരുന്നു. വീര സവർക്കറെ കുറിച്ച് പറയുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ജയിൽ ശിക്ഷ, അദ്ദേഹത്തിന് 25 വർഷം വീതമുള്ള ഇരട്ട ജയിൽ ശിക്ഷയാണ് ആ ഒരു ബ്രിട്ടീഷ് സർക്കാർ നൽകിയിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വീര സവർക്കറിന്റെ ഈ ഒരു വിഷയ സമയത്ത് വീര സവർക്കർ ചെയ്ത സമരവും മഹാത്മാഗാന്ധി ചെയ്ത സമരവും നെഹ്റു ചെയ്ത സമരവും സർദാർ പട്ടേൽ ചെയ്ത സമരവും ഒക്കെ ഇന്നത്തെ ചരിത്ര വിദ്യാർത്ഥികള് പരിശോധനയ്ക്ക് വിധേയമാക്കും, അവർ പഠനത്തിന് വിധേയമാക്കും, അവർ ഒരു നിഗമനത്തിലെത്തും. നമ്മൾ മനസ്സിലാക്കേണ്ടത് സവർക്കർ ചെയ്തത്, സമരം ചെയ്തത് പുലിയുടെ മടയിൽ പോയാണ്. ബ്രിട്ടീഷ് സർക്കാരിനെതിരെ സമരം ചെയ്തത് ബ്രിട്ടനിൽ പോയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ബ്രിട്ടനിൽ പോയി ബ്രിട്ടീഷ് സർക്കാരിനെതിരെ സമരം ചെയ്ത ധീര ദേശാഭിമാനിയാണ് വീര സവർക്കർ. മഹാത്മാഗാന്ധിയും അദ്ദേഹത്തിന്റെ പഠനത്തിനായിട്ട് ബ്രിട്ടനിൽ പോയിട്ടുണ്ട്. നിരവധി തവണ ജവഹർലാൽ നെഹ്റു പല ആവശ്യങ്ങൾക്കായും ബ്രിട്ടനിൽ പഠനാവശ്യങ്ങൾക്കും മറ്റുമായി പോയിട്ടുണ്ട്. പക്ഷേ അവരൊക്കെ സ്വന്തം നാട്ടിൽ വന്നാണ് ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്തതെങ്കിൽ ബ്രിട്ടീഷുകാരുടെ നാട്ടിൽ പോയി ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ സമരം ചെയ്ത ആളാണ് സവർക്കർ എന്ന് കേരളത്തിലെയും രാജ്യത്തിലെയും മുഴുവൻ വിദ്യാർത്ഥികളെയും മനസ്സിലാക്കാനുമുള്ള ഒരവസരമായി കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല തന്ന ഒരു സുവർണ അവസരമാണ് ഇത് എന്നാണ് ദേശീയ അധ്യാപക പരിഷത്ത് വിലയിരുത്തുന്നത്. ക്വിസ് ചോദ്യവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അധ്യാപകനെതിരെ സ്വീകരിച്ച നടപടി പുനഃപരിശോധിച്ച് പിൻവലിക്കണമെന്നും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും അധ്യാപകരെയും രാഷ്ട്രീയ സമ്മർദ്ദങ്ങളിൽ നിന്നും സംരക്ഷിക്കണമെന്നും NTU ആവശ്യപ്പെട്ടു.
കാസർഗോഡ് ജില്ലാ അധ്യക്ഷൻ ടി കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ധർണയിൽ ജില്ലാ ജനറൽ സെക്രട്ടറി അജിത് സ്വാഗതം പറഞ്ഞു. സംസ്ഥാന ഉപാധ്യക്ഷൻ കെ പ്രഭാകരൻ നായർ, വനിതാ വിഭാഗം സംസ്ഥാന ജോയിന്റ് കൺവീനർ എ സുജിത, എൻ രഞ്ജിത്ത്, ഒ സതീഷ് കുമാർ, കെ അരവിന്ദാക്ഷ ഭണ്ഡാരി, പി ബാലകൃഷ്ണ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.